Aisha, where are you going? We're going to Colombio Rock Formation. ക്ഷമാപേക്ഷണം നടത്തിക്കൊണ്ട് തന്നെ തുടങ്ങട്ടെ. പെരുന്നാളും പനിയും ഹോസ്പിറ്റലൈസും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു മല നിരകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഒരു മതസ്ഥർക്ക് മാത്രം അലൗഡ് ഉള്ള ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അവരുടെ കുത്തകയായിട്ട് ഇത്രയും കാലം വെച്ചൊരു സ്ഥലം ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാക്കി എല്ലാവർക്കും വേണ്ടി തുറന്നെടുത്ത് പിന്നീട് അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഐഷ പോലും അവളുടെ ലൈഫിൽ കാണാത്ത സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയും പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അവളെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിൽ അങ്ങോട്ട് ഇവർക്ക് പ്രവേശനമില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേകതരം മതസ്ഥരുടെ കുത്തകയായിരുന്നു അത്. റോഡൊക്കെ നമ്മുടെ നാട്ടിലെ മലനിരകളിലേക്ക് പോകുമ്പോഴുള്ള റോഡ് പോലെ തന്നെ, പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ കോൺക്രീറ്റും പിന്നെ ചില സ്ഥലങ്ങളിൽ മണ്ണൊക്കെയാണുള്ളത്. ഫിലിപ്പീൻസിൽ മൊത്തം കടലാണ് എന്ന് പറയുന്ന ആൾക്കാർക്കുള്ള മറുപടി കൂടിയാണ്. ഇവിടെ മലനിരകളും ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയകൾ മൊത്തം, ഞാൻ സഞ്ചരിക്കുന്ന ഏരിയകളിൽ മൊത്തം മലനിരകളാണുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസിൽ ബീച്ചിനേക്കാൾ കൂടുതൽ മലനിരകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ കൂടിക്കോളും, ഇനിയുമുണ്ട് ഒരുപാട് കാഴ്ചകൾ. അപ്പോൾ ഇന്ന് നമ്മൾ പാറക്കെട്ടും വെള്ളത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നതാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് അവിടെ പോയിട്ട് അറിയാം. പോകുന്നതിനുള്ള ആ ഗ്യാപ്പിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ ഒരു റോഡ് പോയ വഴി നിങ്ങളൊന്ന് നോക്കിയേ, വളരെ മനോഹരമായിരിക്കുന്നു. രണ്ട് മലകൾക്കൂടെ കൊക്കയുടെ ഗ്യാപ്പിലൂടെ ഒരു റോഡ്. അതായത് എങ്ങനെയാണിത് ഉണ്ടാക്കിയതെന്ന് ഐഡിയ ഇല്ല. കാരണം രണ്ട് അപ്പുറവും മല ഇപ്പുറം മല, എല്ലാ സൈഡുകളിലും മല, രണ്ട് സൈഡിലും നമ്മൾ ഒരു ബ്രിഡ്ജ് പോലെയാണ് ഉള്ളത്. പക്ഷേ ഇത് ബ്രിഡ്ജല്ല, ആക്ച്വലി രണ്ട് മലകൾക്കിടയിലുള്ള ഒരു സ്പേസ് അവർ ചെത്തി ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ട്. നോക്കിയേ, എങ്ങനെയായാലും അടിപൊളി. വെള്ളം നിൽക്കുന്നുണ്ട്, കാരണം മഴക്കാലമാണ് ഇപ്പോൾ, മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ല, കാരണം ചുറ്റും പ്രകൃതി ആയതുകൊണ്ട് തന്നെ. ഇതെൻ്റെ മമ്മൂട്ടിസമാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് എൻ്റെ ഒരു മമ്മൂട്ടിയെ കാണാൻ പറ്റുന്നതായിരിക്കും. അവൾക്ക് പേടിയായതുകൊണ്ട് തന്നെ അവൾ എൻ്റെ പുറകെ വന്നില്ല. സ്ലിപ്പായി പോവോ താഴെ പോവോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട്. നമുക്ക് വയനാട് ചുരം കണ്ടവർക്ക് ഒരിക്കലും ഇതത്ര ഒന്നും ഒരിക്കലും പേടി ഉണ്ടാവില്ല. ചെറുപ്പം തൊട്ടേ നമ്മളെ ഒരു ടൂറായിട്ട് പോകുന്നതും വയനാട്ടിലേക്ക് തന്നെയാണ്. സാഹസികത എനിക്ക് പണ്ടും ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോ വരുന്നുണ്ട്. ഇത് ലെങ്ത്ത് കൂടിയതായതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്പോട്ടിലെത്തിയിട്ടില്ല.